വില കൂടിയതോടെ സ്വർണം സൂക്ഷിക്കുന്നത് പോലെ നമ്മളൊരു സാധനം ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ എങ്ങനെ സൂക്ഷിച്ചാലും പൊക്കാനായി കള്ളന്മാരും ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളം ആലുവയിൽ നടന്ന ഒരു വെളിച്ചെണ്ണ മോഷണത്തിന്റെ കഥയിലേക്കാണ്. ആദ്യം തറ തുറന്ന് അകത്ത് കയറാൻ നോക്കി. അത് പരാജയപ്പെട്ടപ്പോൾ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറി. പറയുന്നത് ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ജ്വല്ലറിയിലോ നടന്ന മോഷണത്തിൻ്റെ കഥയല്ല. ആലുവ തോട്ടുമുഖത്തെ ഷാ വെജിറ്റബിൾസ് എന്ന ഈ കടയിൽ, ഈ പലചരക്ക് കടയിൽ നടന്ന മോഷണത്തിൻ്റെ കഥയാണ്. കള്ളൻ കൊണ്ടുപോയതാകട്ടെ 30 കുപ്പിയോളം വെളിച്ചെണ്ണ, അതും ഒരു കുപ്പി 500 രൂപയോളം വില. കടയിൽ നിന്ന് തന്നെ ഒരു ചാക്കെടുത്ത് വെളിച്ചെണ്ണ കുപ്പികളെല്ലാം അതിൽ വാരിയിട്ടാണ് കള്ളൻ കൊണ്ടുപോയത്. കുറച്ച് ആപ്പിളും അതുപോലെ 10 പാക്കറ്റ് പാലുമൊക്കെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കള്ളൻ്റെ കണ്ണ് വെളിച്ചെണ്ണയിൽ തന്നെ ആയിരുന്നു. ഈ കടയിലെ ജീവനക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. ഇവരായിരുന്നു കട തുറന്നപ്പോൾ ഈ കള്ളൻ വെളിച്ചെണ്ണ അടക്കം കൊണ്ടുപോയ കാര്യം ആദ്യമായി അറിഞ്ഞത്. എങ്ങനെയായിരുന്നു ഇത് നോക്കിയപ്പോൾ മനസ്സിലായത്? വെളിച്ചെണ്ണ പോയത് എങ്ങനെയാണ്? വെളിച്ചെണ്ണ പോയത് അത് മറ്റേ ബോക്സിലായിരുന്നു. 2-3 ബോക്സ് ഇറക്കിയുണ്ടായി. അപ്പോൾ ആ ബോക്സിലായിരുന്നു. കാലത്ത് നമ്മൾ വന്നപ്പോൾ എല്ലാം അളമ്പായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ പൊട്ടി തൈത്തേക്ക് ഇരിപ്പുണ്ടായി. പിന്നെ കുറേയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ തിന്ന്, പിന്നെ കുറേ പാലൊക്കെ ഉണ്ടായി, അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ മറ്റേ പള്ളിക്കുട്ടിയുടെ കാശൊക്കെ ഉണ്ടായി, അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ 3 ബോക്സ് അന്ന് ഇറക്കിയതായിരുന്നോ? ആ 3 ബോക്സ് ഇറക്കിയതായിരുന്നു. അപ്പോൾ വലിയ നഷ്ടമായിരിക്കും അല്ലേ? പിന്നെ നഷ്ടമായിരുന്നു. പിന്നെ കുറേയൊക്കെ അടിക്കാറുണ്ട് നമ്മൾ വെളിച്ചെണ്ണ, അതൊക്കെ ചാക്കിലാക്കി കുറേ ഇവിടെ ഉണ്ട്, കുറേയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. 30 കുപ്പി വെളിച്ചെണ്ണയാണോ പോയത്? കുറേ ഏകദേശം 30 അങ്ങനെ ആയിരിക്കും, 30 കൂടുതലായിരിക്കും, ചിലപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ നമുക്ക്. വെളിച്ചെണ്ണ വില ഇപ്പോൾ പിന്നെയും കൂടിയോ? അത് ഇപ്പോൾ 450 രൂപയാണ് നിലവിൽ വെളിച്ചെണ്ണ കുപ്പി. 480 ആയിരുന്നു അല്ലേ? 480 ആയിരുന്നു നേരത്തെ, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കടയിൽ കയറി 30 കുപ്പിയോളം വെളിച്ചെണ്ണയാണ് കള്ളൻ കൊണ്ടുപോയത്. അതുമാത്രമല്ല, ഇത്രയും വലിയ മോഷണം പിടിക്കാതിരിക്കാൻ കടയിലെ CCTV അടക്കം അതിൻ്റെ വയറുകളടക്കം വിച്ഛേദിച്ചാണ് കള്ളൻ പോയത്. എന്തായാലും വെളിച്ചെണ്ണ വില ഇനിയും കൂടുകയാണെങ്കിൽ ഈ പലചരക്ക് കടകൾക്കും വെളിച്ചെണ്ണ വ്യാപാരികൾക്കും ഒക്കെ വൻ സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് വിജി CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.